സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖയാണ് 24 ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. സ്വപ്ന സുരേഷ് ഈ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ പ്രതി, മുഖ്യ ആസൂത്രക എന്ന നിലയിൽ സ്വപ്ന സുരേഷ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കള്ളക്കടത്തുമായി സ്വപ്ന സുരേഷിന് ബന്ധമുണ്ടോ? അവരിപ്പോൾ എവിടെയാണ്? എന്താണ് അവരുടെ മാനസികാവസ്ഥ? ഏത് നിലയിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളോടും ഇപ്പോൾ പുറത്തു വന്നിരിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളോടും അവർ പ്രതികരിക്കുന്നത്? ഇതാണ് ഈ നിമിഷത്തിൽ നമ്മൾ സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തുവിടുന്നതിലൂടെ ഈ കാര്യത്തിൽ വ്യക്തത വരുത്താൻ ശ്രമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് സ്വപ്ന സുരേഷിന് പറയാനുള്ളത് എന്നതാണ് 24 ഇപ്പോൾ നൽകുന്നത്. ഇത് സ്വപ്ന സുരേഷിന് നിന്ന് കരുതുന്ന ഈ ശബ്ദരേഖ നമുക്ക് കിട്ടുന്നത് ഞങ്ങളുടെ പ്രതിനിധി സഹിൻ ആന്റണിക്കാണ്. ഞങ്ങൾക്ക് ലഭിച്ച ഈ ശബ്ദരേഖ ഈ നിമിഷത്തിൽ പുറത്തുവിടുകയാണ്. സ്വപ്ന സുരേഷ് എവിടെ എന്ന് നമുക്കറിയില്ല. സ്വപ്ന സുരേഷിന് സ്വർണ്ണക്കടത്തുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ല. സ്വപ്ന സുരേഷിനെ കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്തതിലൂടെ ആയിരിക്കണം ഒരുപക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുള്ളത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴും സരിത്ത് മാത്രമാണ് കസ്റ്റഡിയിലുള്ളത്. സരിത്തിന് 7 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. സരിത്തിനൊപ്പം ഉണ്ടായിരുന്ന സ്വപ്ന സുരേഷിന് ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അവർ അവരുടെ സ്വാധീനങ്ങൾ, അധികാര ദുർവിനിയോഗം എന്നീ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അവിശുദ്ധമായ ഒരു ഇടപെടൽ സ്വപ്ന സുരേഷ് നടത്തിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. സ്വപ്ന സുരേഷിന് എന്താണ് പറയാനുള്ളത് എന്നതാണ് ഇനി ഈ വരുന്ന നിമിഷങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേൾക്കാം. ഞാൻ സ്വപ്ന സുരേഷ്, എക്സ് സെക്രട്ടറി ടു കോൺസുലേറ്റ് ജനറൽ ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അല്ലെങ്കിൽ ഇന്ന് സ്പേസ് പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേഷൻസ് മാനേജർ, ഓറൽസ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കള്ളക്കടത്തുകാരി, ബോൺ ക്രിമിനൽ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഞാൻ സ്വപ്ന സുരേഷ്, എക്സ് സെക്രട്ടറി ടു കോൺസുലേറ്റ് ജനറൽ ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അല്ലെങ്കിൽ ഇന്ന് സ്പേസ് പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേഷൻസ് മാനേജർ, ഓറൽസ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കള്ളക്കടത്തുകാരി, ബോൺ ക്രിമിനൽ അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ വോട്ടർ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം, UAE കോൺസുലേറ്റിന്റെ മറയിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയ ഒരു പ്രതി അല്ലെങ്കിൽ അക്യൂസ്ഡ് ഓർ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാനെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആ ഡിപ്ലോമാറ്റിക് കാർഗോയിൽ വന്ന സ്വർണത്തിൽ ഒരു പങ്കുമില്ല. എൻ്റെ റോളെന്ന് പറയുന്നത് എല്ലാവരും, ഈ നാട്ടിലുള്ള എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ഈ ഡിപ്ലോമാറ്റിക് കാർഗോ വന്നിറങ്ങിയതിൻ്റെ പിറ്റേന്ന് ഇത് ക്ലിയർ ആവാൻ താമസിച്ചപ്പോൾ ഇതാരുടെ പേരിലാണോ വന്നത്, ആ ഡിപ്ലോമാറ്റ്, UAE കോൺസുലേറ്റിലെ ഡിപ്ലോമാറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കാർഗോ ഇതുവരെ ക്ലിയർ ആയില്ല, അതൊന്ന് അന്വേഷിച്ചിട്ട് പറയൂ, എന്താണ് ഇത്ര ഡിലേ. ഞാൻ അന്വേഷിച്ച് അവിടുത്തെ AC രാമമൂർത്തി എന്ന് പറയുന്ന സാറിനെ വിളിച്ച് ചോദിച്ചു, ഒരു ഡിപ്ലോമാറ്റിക് കാർഗോ വന്നിട്ടുണ്ട് UAE കോൺസുലേറ്റിന്റെ. ആ ഡിപ്ലോമാറ്റ് ആകെ വറീഡാണ്, അതൊന്ന് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരാമോ? ഐ വിൽ ടേക്ക് ഇറ്റ് അപ്പ് മാഡം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതാണ് ഓഫീസർ. അതിനുശേഷം എനിക്ക് ഈ ഡിപ്ലോമാറ്റിക് കാർഗോ ആയിട്ട് ഒരു വിധത്തിലും ബന്ധമില്ല. ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്തും കാർഗോ, എയർപോർട്ട് എന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലും ഫിനാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ജോലി ചെയ്തിട്ടില്ല. എൻ്റെ ജോലി പ്യൂർലി ഹിസ് എക്സലൻസി ജമാൽ ഹുസൈൻ അൽസാബി എന്ന് പറയുന്ന കോൺസുൽ ജനറലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലി അല്ലെങ്കിൽ ആ പ്രൊഫൈലിന്റെ ഭാഗമായി ഞാൻ ഒരുപാട് ഹയർ അതോറിറ്റീസ്, ഒഫീഷ്യൽസ്, മുഖ്യമന്ത്രി, ബാക്കിയുള്ള മന്ത്രി, ഓപ്പോസിഷൻ പാർട്ടി, അങ്ങനെ തുടങ്ങി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലും ഉള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. തികച്ചും
ഒഫീഷ്യൽ. എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഞാനും ആരെങ്കിലുമായിട്ട് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ബാക്കി 5 സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്യുവർലി UAE കോൺസുലേറ്റിലെ കോൺസുൽ ജനറൽ പറയുന്ന ജോലി അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടില്ല. ജോലിയില്ലാത്തൊരു അനിയൻ, വിധവയായ ഒരമ്മ, 2 കുഞ്ഞു മക്കള്, ഇങ്ങനെ തുടങ്ങി വാടക വീട്ടിൽ കിടക്കുന്ന എന്റെ ശുപാർശയിലോ എന്റെ റെക്കമെൻഡേഷനിലോ ഒരു ഗവൺമെന്റ് ജോലിയിലോ ഒരു രീതിയിലോ ഒരിടവും നിയമിച്ചിട്ടില്ല. ഞാൻ ഒരു മുഖ്യമന്ത്രിയുടെയോ ഹോണറബിൾ സ്പീക്കറിന്റെയോ മറ്റു മന്ത്രിമാരുടെയോ ഓഫീസിലോ ഒഫീഷ്യൽ ഭവനങ്ങളിലോ കയറി ഇറങ്ങിയ ഫയലുകളോ കരാറുകളോ പദ്ധതികളോ ഒന്നും ഞാൻ ഒപ്പിട്ടിട്ടില്ല. ഞാൻ ഒന്നിനും സാക്ഷിയായിട്ടില്ല. UAE എന്ന രാജ്യത്തിൽ നിന്നും വരുന്ന VVIPs വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ഡീൽ ചെയ്യുക. ഇവിടത്തെ എന്നല്ല, എല്ലാ 5 സംസ്ഥാനത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ഡീൽ ചെയ്യുക. അതല്ലെങ്കിൽ UAE കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ ഫങ്ഷൻസിന്റെ ഭാഗമായി മന്ത്രിമാരെയോ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയോ ബിസിനസ്സുകാരെയോ അങ്ങനെയുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക. അവര് വരുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ റിക്വയർഡ് അറ്റൻഷൻ എല്ലാ സ്റ്റാഫിലൂടെയും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അവര് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യിക്കുക. അത് ഞാൻ ഒരാളല്ല ഇത്രയും പേരെ ഹാൻഡിൽ ചെയ്യണം, എല്ലാ സ്റ്റാഫും ഒരുമിച്ച്. UAE കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമില് അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാനുണ്ട്. മുഖ്യമന്ത്രിയുടെ ബാക്കിൽ നിൽക്കുന്നത് അതല്ല അതിന്റെ ശരി. മുഖ്യമന്ത്രിയല്ല, ഹെഡ് ഓഫ് മിഷൻ, ദ കോൺസുൽ ജനറലിന്റെ ബാക്കിൽ നിൽക്കുക എന്നുള്ളതാണ് എന്റെ പ്രൊഫൈൽ. ആൾക്ക് എന്തെങ്കിലും ഒഫീഷ്യലായിട്ടോ കോൺഫിഡൻഷ്യൽ ആയിട്ടോ പറയാനുണ്ടെങ്കിൽ തൊട്ട് പിറകിൽ എന്നോട് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനെന്ന് സെക്രട്ടറി. ഇത് ഞാനല്ല, എനിക്ക് പകരം ആരാണ് അവിടെ സെക്രട്ടറി, അവരെല്ലാം ഇത് തന്നെ ചെയ്യണം മുന്നോട്ട്. ഇതാണ് എന്റെ ജോലി. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ബാക്കിൽ നിൽക്കുക, സ്പീക്കറിന്റെ തോളിൽ തട്ടി നിൽക്കുക, ബാക്കിയുള്ള മന്ത്രിമാരെ പ്രൊട്ടക്ട് ചെയ്യുക, ഇതൊന്നുമല്ല. കഴിഞ്ഞ നാഷണൽ ഡേ നിങ്ങൾ എല്ലാരും എടുത്ത് നോക്കണം. എന്റെ കയ്യിലും വീഡിയോസും ഫോട്ടോസും എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അത് ആ ചടങ്ങിൽ പങ്കെടുത്ത ഓരോരുത്തരും പിടിച്ചിട്ടുണ്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ. അവിടെ വന്നത് ഓപ്പോസിഷൻ ലീഡറാണെന്ന്. ആ ഓപ്പോസിഷൻ ലീഡറിന്റെ കൂടെ ഞാൻ നിൽക്കുകയും ആളുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആളുടെ കൂടെ സ്റ്റേജ് പങ്കിടുകയും ആളുടെ എല്ലാ കാര്യങ്ങളും ആൾ അവിടെ നിന്ന് പോകുന്നവരെ നോക്കിയതും ഞാൻ തന്നെയാണ്. ഈ സ്വപ്ന അന്ന് ഞാൻ ഒഫീഷ്യലി എംപ്ലോയിഡ് അല്ല UAE കോൺസുലേറ്റില്. എന്നെ UAE കോൺസുലേറ്റിൽ നിന്ന് ആരും പിരിച്ചുവിട്ടിട്ടില്ല. ഞാനൊരു തിരിമറിയും അവിടെ നടത്തിയിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച വരെ ഈ ഡിപ്ലോമാറ്റിക് കാർഗോയ്ക്ക് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഇവാക്യുവേഷൻ, കൊറോണയുടെ ഭാഗമായി ഇവാക്യുവേഷനും ബാക്കിയുള്ള എല്ലാ കോൺഫിഡൻഷ്യലോ അഡ്മിനിസ്ട്രേറ്റീവോ ആയ കാര്യങ്ങൾ ആസ് പെർ റിക്വസ്റ്റ് അവിടുത്തെ ഡിപ്ലോമാറ്റ്സ് അല്ലെങ്കിൽ എന്റെ കോൺസുൽ ജനറൽ എന്നോട് ആവശ്യപ്പെടുന്നത് വളരെ സിൻസിയറായിട്ട് ഞാൻ അവർക്ക് വേണ്ടി സഹായിക്കാറുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കും, സ്പേസ് പാർക്കിൽ ഒരു കരാർ എംപ്ലോയി ആയിട്ട് ഇരുന്നിട്ട് എന്തിനാണ് UAE കോൺസുലേറ്റിൽ കൈയിടുന്നതെന്ന്. അത് ഞാൻ UAE ജനിച്ചു വളർന്ന് ജീവിച്ച എന്റെ സ്നേഹം. എനിക്ക് UAE എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഞാൻ ഒരിക്കലും ഒരു തെറ്റ് UAE ചതിക്കാനോ എന്റെ എക്സലൻസിയോ ബാക്കിയുള്ളവരെ ചതിക്കാൻ ഞാൻ ചെയ്യില്ല. എന്റെ ആകെ കൂടിയുള്ള ഒരേ ഒരു ഇൻവോൾവ്മെന്റ് ഈ ഡിപ്ലോമാറ്റിക് കാർഗോയിൽ ആ AC അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ച് അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നീടുണ്ടായ ഒരു സംഭവത്തിനും ഞാൻ സാക്ഷിയല്ല. ഇത് ജനങ്ങൾ അറിയണം. ഇത്രയും ഞാനെന്ന സ്ത്രീ, ഞാനെന്ന അമ്മ ഇത്രയും ഫ്രെയിം ചെയ്ത് മുഖ്യമന്ത്രിയും സ്പീക്കറും ബാക്കിയുള്ള പൊളിറ്റീഷ്യൻസിനെയും ചേർത്ത് വെച്ച് എന്നെ പറഞ്ഞു ഞാനല്ലാതെ ആക്കി എന്നെ എന്റെ കുടുംബത്തിനെ ആത്മഹത്യ വക്കിൽ കൊണ്ട് നിർത്തി മീഡിയയും മറ്റുള്ളവരും ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന ഇലക്ഷന് സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രത്യേകം നിങ്ങൾ എല്ലാരോടും പറയാണ്, ഇതിൽ ഉണ്ടാവുന്ന ദ്രോഹം എനിക്കും എന്റെ കുടുംബത്തിലെ 3 അംഗങ്ങൾക്കും മാത്രമാണ്. ഒരു മുഖ്യമന്ത്രിക്കോ ഇവിടെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിമാർക്കോ ഒരു സ്പീക്കറിനോ 5 സംസ്ഥാനങ്ങളിൽ പോലും ആരെയും ബാധിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം തെറ്റാണ്. ഇതൊന്നും ആരെയും ബാധിക്കാൻ പോകില്ല. ഇത് ബാധിക്കാൻ പോകുന്നത് എന്നെയും എന്റെ 2 മക്കളെ എന്റെ ഭർത്താവിനെയാണ്. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിയാവും നമ്മളെ മരണത്തിന്.
ഞാനിപ്പോ മാറി നിൽക്കുന്ന വലിയൊരു തെറ്റുകുറ്റ സ്മഗ്ലിംഗ് ചെയ്തുകൊണ്ടല്ല, ഭയം കൊണ്ടും എനിക്കും എന്റെ കുടുംബത്തിനുള്ള ഭീഷണി കാരണമാണ്. നിങ്ങൾ ഓരോരുത്തരും അതിന്റെ കാരണക്കാരായിരിക്കും. അറ്റ കൈക്ക് ഞാൻ ഒന്ന് മാത്രമേ എല്ലാരോടും ഞാൻ പറയുള്ളൂ, ഞാനും എന്റെ കുടുംബവും ആത്മഹത്യ ചെയ്തിരിക്കും. അതിന് ഉത്തരവാദി നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കും. ഈ വന്ന ഡിപ്ലോമാറ്റിക് കാർഗോ ദുബൈയിൽ നിന്ന് ആരയച്ചോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ പിറകെ നിങ്ങൾ പോണം. കേരളത്തിൽ വന്നിറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള പാവപ്പെട്ടവരെ തലയിൽ അടിച്ചമർത്തി ഇലക്ഷനെ സ്വാധീനിക്കാൻ നോക്കാതെ അതിന് യഥാർത്ഥ നടപടി നിങ്ങൾ എടുക്കണം. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. എന്റെ പിന്നിൽ ഒരു മുഖ്യമന്ത്രിയോ ഒരു IT സെക്രട്ടറിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓണറബിൾ സ്പീക്കറോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർ, എനിക്ക് എല്ലാ മന്ത്രിമാരോടും ഇടപെട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ മന്ത്രിമാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫംഗ്ഷൻസിന്. അങ്ങനെ ഓരോ ദിവസവും ഓരോ മന്ത്രിമാരെ എടുത്ത് നിങ്ങൾ ഉപയോഗിക്കും. ഈ പറയുന്ന എല്ലാരെയും നിങ്ങൾ ഡീഫെയിം ചെയ്തിട്ട് ഇലക്ഷനെ സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അവര് നല്ല സ്പീഡോടെ നല്ല ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകും. ബിക്കോസ് അവരെ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലും നിങ്ങൾ തോറ്റുപോകും. എന്നെയും നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, എനിക്ക് ആരുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്നോ, ഞാൻ എന്തൊക്കെ കരാറുകൾ ഒപ്പിടിയിച്ചിട്ടുണ്ടെന്നോ, ഞാൻ ഏതൊക്കെ വലിയ വലിയ മീറ്റിംഗ്സിന് പങ്കെടുക്കും, ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിന്റെയൊക്കെ സത്യങ്ങൾ പോയി അന്വേഷിക്കൂ. മീഡിയ എല്ലാ കുടുംബത്തിനെയും നശിപ്പിക്കാൻ നടക്കും, ഒരു കാരണവുമില്ല, ആർക്കോ വേണ്ടി ചെയ്യുന്നത്. ഇത് നല്ലതിനല്ല. ഇതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ മരിക്കുമെങ്കിൽ ഈ നാട്ടില് ഒരുപാട് സ്വപ്നങ്ങൾ നശിച്ചു പോവും. ഒരുപാട് സ്വപ്നയുടെ മക്കൾ നശിച്ചു പോവും. സ്വപ്നയുടെ മകൾ SFI എന്ന് എന്തർത്ഥത്തിലാണ് നിങ്ങളൊക്കെ പറയണത്? ഏതെങ്കിലും മാധ്യമത്തിലോ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്ടിവിസ്റ്റ്, ഒരു സോഷ്യൽ വർക്കറോ ഒരു SFI ആയിട്ട് അവളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ മോൾ എങ്ങനെ ഇരിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇപ്പൊ നിരവധി ഫോട്ടോസ് എന്നെ ഇഷ്ടമില്ലാത്തവരും എന്റെ ശത്രുക്കളും ഞാൻ ആരും പറയുന്നതും കേട്ട് കീഴടങ്ങാറില്ല. എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം സ്പേസ് പാർക്ക് തന്നു എന്ന് നിങ്ങളൊക്കെ പറയുന്നു. എനിക്ക് അതിനേക്കാളും കൂടുതൽ ശമ്പളം ഉണ്ടായിരുന്നു UAE കോൺസുലേറ്റില്. എനിക്ക് സേവിങ്സ് ഒന്നുമില്ല. ഞാൻ ആ പൈസ മൊത്തവും ഒരു മാസം ചെലവാക്കി എന്റെ മക്കൾക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും അന്നവും വസ്ത്രവും എല്ലാം കൊടുത്ത് തന്നെയാണ് വളർത്തുന്നത്. ഇവിടത്തെ പല പെമ്പിള്ളരും ആമ്പിള്ളരും ഒന്നും കാണാതെ വളർന്നിട്ട് ഇതുപോലത്തെ പല പല കാര്യങ്ങൾ കാണുമ്പോൾ കീഴടങ്ങുന്ന പോലെ എന്റെ മക്കൾ ഒരിക്കലും ആവൂല. ഞാൻ അവരെ എല്ലാം കാണിച്ചാണ് വളർത്തുന്നത്. അവർ UAE ജീവിക്കേണ്ടവരാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കേരളത്തിൽ വളരുമ്പോഴും ഞാൻ എല്ലാം കൊടുത്താണ് വളർത്തുന്നതും ജീവിക്കുന്നതും. മുഖ്യന്മാരുടെ കൂടെ ക്ലബുകളിൽ ഞാൻ കയറി ഇറങ്ങി നടക്കുന്നു. ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു തരുമോ? ഏത് മുഖ്യന്റെ കൂടെ ഞാൻ ഏത് നൈറ്റ് ക്ലബിൽ, ട്രിവാൻഡ്രത്ത് ഏത് നൈറ്റ് ക്ലബാണ് ഉള്ളത്? ഏത് നൈറ്റ് ക്ലബിൽ ഏത് മുഖ്യന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് മുഖ്യമന്ത്രിയെ ബാധിക്കില്ല, നിങ്ങൾ പറയുന്ന മുഖ്യന്മാരെയും ബാധിക്കില്ല. ബിക്കോസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ടോപ്പിക് മാറി പോകേണ്ട കാര്യമില്ല. ഇവിടത്തെ വിഷയം ഡിപ്ലോമാറ്റിക് കാർഗോ, അതിൽ വന്ന സ്വർണം അതാരയച്ചു, അതിന്റെ പിന്നിൽ ആരാണ്, അത് കണ്ടുപിടിക്കൂ. ദിസ് ഇസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. അപ്പൊ നിങ്ങൾക്കൊരു അമ്മയും ഒരു അച്ഛനെയും 2 മക്കളെയും രക്ഷപ്പെടുത്താൻ പറ്റും. വീണ്ടും ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പം ഭരിക്കുന്ന മന്ത്രിസഭയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് അവരാരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ല. അവരാരും എനിക്ക് അറിയില്ല. UAE കോൺസുലേറ്റിലെ സെക്രട്ടറിയുടെ മുഖം പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല, പേര് പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അവർക്ക് ഓർമ്മയുള്ളത് കോൺസുൽ ജനറലിനെ മാത്രമായിരിക്കും. ഇതാണ് അതിന്റെ സത്യം. നമ്മൾ ആത്മഹത്യ ചെയ്യാൻ വിട്ടുകൊടുക്കരുത്, അല്ലെങ്കിൽ നമ്മളെ കൊല്ലരുത്. ഇങ്ങനെ ഇതെന്റെ അപേക്ഷയാണ്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ ആസൂത്രക എന്ന് കസ്റ്റംസ് കരുതുന്ന സ്വപ്ന സുരേഷിന് പറയാനുള്ളതാണ് നമ്മൾ ഈ കേട്ടത്.
ഈ പ്രതികരണം ഇതാദ്യമായിട്ടാണ് സ്വപ്ന സുരേഷിന്റെ പ്രതികരണം പുറത്തു വരുന്നത്. എന്തുകൊണ്ട് സ്വപ്ന സുരേഷിന്റെ പ്രതികരണം ഇതുപോലെ സംപ്രേഷണം ചെയ്യേണ്ടി വരുന്നു? ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും സരിത്തിനെ കസ്റ്റഡിയിലെടുത്ത ശേഷവും മറ്റു പലർക്കുമായുള്ള അന്വേഷണം പലയിടങ്ങളിൽ വ്യാപിക്കുമ്പോഴും ഒക്കെ ഉയർന്നു വന്ന പേരാണ് സ്വപ്ന സുരേഷിൻ്റേത്. ചിത്രങ്ങളിൽ നിറഞ്ഞു നിന്ന രൂപമാണ് സ്വപ്ന സുരേഷിൻ്റേത്. മാധ്യമങ്ങളിൽ ഈ ദിവസങ്ങളിലെല്ലാം പലതരത്തിലുള്ള കഥകളായി പുറത്തു വന്നതാണ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ. അതിൽ സ്വപ്ന സുരേഷിൻ്റെ ഭാഗം കൊടുക്കുക എന്നത് ധാർമ്മികതയുടെ ഭാഗമാണ്. സ്വപ്ന സുരേഷിന് പറയാനുള്ളത് എന്താണ് എന്നാണ് ആ പ്രതികരണമാണ് ഇപ്പോൾ 24-ലൂടെ നിങ്ങൾ കേട്ടത്. സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ ഞങ്ങൾക്ക് ലഭിക്കുകയായിരുന്നു. സ്വപ്ന സുരേഷ് എവിടെയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തത ഇപ്പോഴും ഉണ്ടായിട്ടില്ല. കസ്റ്റംസ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അവർ സംസ്ഥാനം കടന്നുപോയിട്ടുണ്ടോ എന്ന കാര്യത്തിലുള്ള സംശയങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് സ്വപ്ന സുരേഷിൻ്റെതായി നമുക്ക് പറയാവുന്ന ശബ്ദരേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ സ്വപ്ന സുരേഷ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അവർ ഏത് തരത്തിലുള്ള ഉദ്യോഗമാണ് ചെയ്തുകൊണ്ടിരുന്നത്, ആ ഉദ്യോഗത്തിൻ്റെ ജോലിയുടെ ഭാഗമായി എങ്ങനെയാണ് ഡിപ്ലോമാറ്റിക് ബാഗ് അത് വൈകിയത് അന്വേഷിക്കാൻ ഇടവന്ന സാഹചര്യം എന്താണ്, ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പലതരം വാർത്തകൾ വിവരങ്ങൾ അതിൽ എത്രമാത്രം സത്യമുണ്ട്, അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ നടത്തുന്നില്ല എന്ന് തുടങ്ങി ഈ പ്രശ്നത്തിലെ മുഴുവൻ കാര്യങ്ങളിലും സ്വപ്നയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നതാണ് ഈ ശബ്ദരേഖയിലൂടെ നമ്മൾ കേട്ടത്. സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ ഈ സന്ദർഭത്തിൽ പുറത്തുവിടേണ്ടി വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വാർത്തകൾ സജീവമായി നിലനിൽക്കുമ്പോൾ അവരെവിടെയാണെന്നത് സംബന്ധിച്ചിട്ടുള്ള അവ്യക്തതകൾ തുടരുമ്പോൾ അവർക്ക് എന്തു പറയാനുണ്ട് എന്ന് അറിയാനുള്ള ആകാംക്ഷ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് അവരുടെ പ്രതികരണം കൊടുക്കുന്നില്ല എന്നുള്ള പരാതികൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ ഞങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പോൾ 24 സംപ്രേഷണം ചെയ്തത് ഞങ്ങളുടെ പ്രതിനിധി സഹിൻ ആന്റണിയാണ് സ്വപ്ന സുരേഷിൻ്റെ ഈ ശബ്ദരേഖ 24-ൽ എത്തിച്ചത്. അതിലൂടെ നമ്മൾ സ്വപ്ന സുരേഷിന് പറയാനുള്ളത് എന്താണെന്നാണ് കേട്ടത്. ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. വിവാദങ്ങൾ കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ, രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ഇതിൽ സ്വർണ്ണക്കടത്തിലെ മുഖ്യ ആസൂത്രക എന്ന് കരുതപ്പെടുന്ന സ്വപ്ന സുരേഷിന് എന്താണ് പറയാനുള്ളത് എന്ന്. ഞാൻ സ്വപ്ന സുരേഷ്, എക്സ് സെക്രട്ടറി ടു കോൺസുലേറ്റ് ജനറൽ ഓഫ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അല്ലെങ്കിൽ ഇന്ന് സ്പേസ് പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേഷൻസ് മാനേജർ, ഓർ എൽസ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കള്ളക്കടത്തുകാരി, ബോൺ ക്രിമിനൽ, അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഓർ വോട്ടെവർ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യം, UAE കോൺസുലേറ്റിന് മറയിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയ ഒരു പ്രതി അല്ലെങ്കിൽ ദി അക്യൂസ്ഡ് ഓർ ഹു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഞാനെന്നെല്ലാവരും പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ആ ഡിപ്ലോമാറ്റിക് കാർഗോയിൽ വന്ന സ്വർണത്തിൽ ഒരു പങ്കുമില്ല. എൻ്റെ റോളെന്ന് പറയുന്നത് എല്ലാവരും, ഈ നാട്ടിലുള്ള എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ഈ ഡിപ്ലോമാറ്റിക് കാർഗോ വന്നിറങ്ങിയതിൻ്റെ പിറ്റേന്ന് ഇത് ക്ലിയർ ആവാൻ താമസിച്ചപ്പോൾ ഇതാരുടെ പേരിലാണോ വന്നത് ആ ഡിപ്ലോമാറ്റ്, UAE കോൺസുലേറ്റിലെ ഡിപ്ലോമാറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കാർഗോ ഇതുവരെ ക്ലിയർ ആയില്ല, അതൊന്ന് അന്വേഷിച്ചിട്ട് പറയൂ എന്താണ് ഇത്ര ഡിലേ. ഞാൻ അന്വേഷിച്ച് അവിടുത്തെ AC രാമമൂർത്തി എന്ന് പറയുന്ന സാറിനെ വിളിച്ച് ചോദിച്ചു, ഒരു ഡിപ്ലോമാറ്റിക് കാർഗോ വന്നിട്ടുണ്ട് UAE കോൺസുലേറ്റിൻ്റെ, ആ ഡിപ്ലോമാറ്റ് ആകെ വറീഡാണ്, അതൊന്ന് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരാമോ? ഐ വിൽ ടേക്ക് ഇറ്റ് അപ്പ് മാഡം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതാണ് ഓഫീസർ. അതിനുശേഷം എനിക്ക് ഈ ഡിപ്ലോമാറ്റിക് കാർഗോ ആയിട്ട് ഒരു വിധത്തിലും ബന്ധമില്ല. ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്തും കാർഗോ, എയർപോർട്ട് എന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഫിനാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ ജോലി ചെയ്തിട്ടില്ല. എൻ്റെ ജോലി പ്യുവർലി ഹിസ് എക്സലൻസി ജമാൽ ഹുസൈൻ അൽസാബി എന്ന് പറയുന്ന കോൺസുൽ ജനറലിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആ ജോലി അല്ലെങ്കിൽ ആ പ്രൊഫൈലിൻ്റെ ഭാഗമായി ഞാൻ ഒരുപാട് ഹയർ അതോറിറ്റീസ്, ഒഫീഷ്യൽസ്, മുഖ്യമന്ത്രി, ബാക്കിയുള്ള മന്ത്രി,
ഓപ്പോസിഷൻ പാർട്ടി, അങ്ങനെ തുടങ്ങി എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലും ഉള്ള ആൾക്കാരുമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. തികച്ചും ഒഫീഷ്യൽ. എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഞാനും അവർ ആരെങ്കിലുമായിട്ട് ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ബാക്കി 5 സംസ്ഥാനത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്യുവർലി UAE കോൺസുലേറ്റിലെ കോൺസുൽ ജനറൽ പറയുന്ന ജോലിയല്ലാതെ വേറെ ഒരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചിട്ടില്ല. ജോലിയില്ലാത്തൊരു അനിയൻ, വിധവയായ ഒരമ്മ, 2 കുഞ്ഞു മക്കള്, ഇങ്ങനെ തുടങ്ങി വാടക വീട്ടിൽ കിടക്കുന്ന എൻ്റെ ശുപാർശയിലോ എൻ്റെ റെക്കമെൻഡേഷനിലോ ഒരു ഗവൺമെന്റ് ജോലിയിലോ ഒരു രീതിയിലോ ഒരിടവും നിയമിച്ചിട്ടില്ല. ഞാൻ ഒരു മുഖ്യമന്ത്രിയുടെയോ ഓണറബിൾ സ്പീക്കറിന്റെയോ മറ്റു മന്ത്രിമാരുടെയോ ഓഫീസിലോ ഒഫീഷ്യൽ ഭവനങ്ങളിലോ കയറി ഇറങ്ങിയ ഫയലുകളോ കരാറുകളോ പദ്ധതികളോ ഒന്നും ഞാൻ ഒപ്പിട്ടിട്ടില്ല. ഞാൻ ഒന്നിനും സാക്ഷിയായിട്ടില്ല. UAE എന്ന രാജ്യത്തിൽ നിന്നും വരുന്ന VVIPs വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ പ്രൊട്ടക്ട് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ഡീൽ ചെയ്യുക. ഇവിടുത്തെ നല്ല എല്ലാ 5 സംസ്ഥാനത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ഡീൽ ചെയ്യുക. അതല്ലെങ്കിൽ UAE കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ ഫങ്ഷൻസിന്റെ ഭാഗമായി മന്ത്രിമാരെയോ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയോ ബിസിനസ്സുകാരെയോ അങ്ങനെയുള്ള ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുക. അവർ വരുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ റിക്വയർഡ് അറ്റൻഷൻ എല്ലാ സ്റ്റാഫിലൂടെയും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക, അവരെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യിക്കുക. അത് ഞാൻ ഒരാളല്ല ഇത്രയും പേരെ ഹാൻഡിൽ ചെയ്യണം, എല്ലാ സ്റ്റാഫും ഒരുമിച്ച്. UAE കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാനുണ്ട്. മുഖ്യമന്ത്രിയുടെ ബാക്കിൽ നിൽക്കുന്നത് അതല്ല അതിന്റെ ശരി. മുഖ്യമന്ത്രിയല്ല, ഹെഡ് ഓഫ് മിഷൻ, ദ കോൺസുൽ ജനറലിന്റെ ബാക്കിൽ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രൊഫൈൽ. ആൾക്ക് എന്തെങ്കിലും ഒഫീഷ്യലായിട്ടോ കോൺഫിഡൻഷ്യലായിട്ടോ പറയാനുണ്ടെങ്കിൽ തൊട്ട് പിറകിൽ എന്നോട് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനെന്ന സെക്രട്ടറി. ഇത് ഞാനല്ല, എനിക്ക് പകരം ആരാണ് അവിടെ സെക്രട്ടറി, അവരെല്ലാം ഇത് തന്നെ ചെയ്യണം മുന്നോട്ട്. ഇതാണ് എൻ്റെ ജോലി. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ബാക്കിൽ നിൽക്കുക, സ്പീക്കറിന്റെ തോളിൽ തട്ടി നിൽക്കുക, ബാക്കിയുള്ള മന്ത്രിമാരെ പ്രൊട്ടക്ട് ചെയ്യുക, ഇതൊന്നുമല്ല. കഴിഞ്ഞ നാഷണൽ ഡേ നിങ്ങൾ എല്ലാവരും എടുത്ത് നോക്കണം. എൻ്റെ കയ്യിലും വീഡിയോസും ഫോട്ടോസും എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അത് ആ ചടങ്ങിൽ പങ്കെടുത്ത ഓരോരുത്തരും പിടിച്ചിട്ടുണ്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ. അവിടെ വന്നത് ഓപ്പോസിഷൻ ലീഡറാണെന്ന്. ആ ഓപ്പോസിഷൻ ലീഡറിന്റെ കൂടെ ഞാൻ നിൽക്കുകയും ആളുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആളുടെ കൂടെ സ്റ്റേജ് പങ്കിടുകയും ആളുടെ എല്ലാ കാര്യങ്ങളും ആൾ അവിടെ നിന്ന് പോകുന്നവരെ നോക്കിയതും ഞാൻ തന്നെയാണ്. ഈ സ്വപ്ന അന്ന് ഞാൻ ഒഫീഷ്യലി എംപ്ലോയിഡ് അല്ല UAE കോൺസുലേറ്റിൽ. എന്നെ UAE കോൺസുലേറ്റിൽ നിന്ന് ആരും പിരിച്ചുവിട്ടിട്ടില്ല. ഞാനൊരു തിരിമറിയും അവിടെ നടത്തിയിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച വരെ ഈ ഡിപ്ലോമാറ്റിക് കാർഗോയ്ക്ക് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഇവാക്വേഷൻ, കൊറോണയുടെ ഭാഗമായി ഇവാക്വേഷനും ബാക്കിയുള്ള എല്ലാ കോൺഫിഡൻഷ്യലോ അഡ്മിനിസ്ട്രേറ്റീവോ ആയ കാര്യങ്ങൾ ആസ് പെർ റിക്വസ്റ്റ് അവിടുത്തെ ഡിപ്ലോമാറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ കോൺസുൽ ജനറൽ എന്നോട് ആവശ്യപ്പെടുന്നത് വളരെ സിൻസിയറായിട്ട് ഞാൻ അവർക്ക് വേണ്ടി സഹായിക്കാറുണ്ട്. അപ്പം നിങ്ങളൊക്കെ ചോദിക്കും, സ്പേസ് പാർക്കിൽ ഒരു കരാർ എംപ്ലോയി ആയിട്ട് ഇരുന്നിട്ട് എന്തിനാണ് UAE കോൺസുലേറ്റിൽ കൈയിടുന്നതെന്ന്. അത് ഞാൻ UAE ജനിച്ച് വളർന്ന് ജീവിച്ച എൻ്റെ സ്നേഹം. എനിക്ക് UAE എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഞാൻ ഒരിക്കലും ഒരു തെറ്റ് UAE ചതിക്കാനോ എൻ്റെ എക്സലൻസിയോ ബാക്കിയുള്ളവരെ ചതിക്കാൻ ഞാൻ ചെയ്യില്ല. എൻ്റെ ആകെ കൂടിയുള്ള ഒരേ ഒരു ഇൻവോൾവ്മെന്റ് ഈ ഡിപ്ലോമാറ്റിക് കാർഗോയിൽ ആ AC അദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ച് അതൊന്ന് ക്ലിയർ ചെയ്യണേ എന്ന് പറഞ്ഞു. പിന്നീടുണ്ടായ ഒരു സംഭവത്തിനും ഞാൻ സാക്ഷിയല്ല. ഇത് ജനങ്ങൾ അറിയണം. ഇത്രയും ഞാനെന്ന സ്ത്രീ, ഞാനെന്ന അമ്മ ഇത്രയും ഫ്രെയിം ചെയ്ത് മുഖ്യമന്ത്രിയും സ്പീക്കറും ബാക്കിയുള്ള പൊളിറ്റീഷ്യൻസിനെയും ചേർത്ത് വെച്ച് എന്നെ പറഞ്ഞ് ഞാനല്ലാതെ ആക്കി എന്നെ എൻ്റെ കുടുംബത്തിനെ ആത്മഹത്യ വക്കിൽ കൊണ്ട് നിർത്തി മീഡിയയും മറ്റുള്ളവരും ചെയ്യുന്നത് ഇനി വരാൻ പോകുന്ന ഇലക്ഷന് സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പ്രത്യേകം നിങ്ങൾ എല്ലാവരോടും പറയാണ്, ഇതിൽ ഉണ്ടാവുന്ന ദ്രോഹം എനിക്കും എൻ്റെ കുടുംബത്തിലെ 3 അംഗങ്ങൾക്കും മാത്രമാണ്. ഒരു മുഖ്യമന്ത്രിക്കോ ഇവിടെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിമാർക്കോ ഒരു സ്പീക്കറിനോ 5 സംസ്ഥാനങ്ങളിൽ പോലും ആരെയും ബാധിക്കില്ല. നിങ്ങൾ വിചാരിക്കുന്നതെല്ലാം തെറ്റാണ്.
ഇതൊന്നും ആരെയും ബാധിക്കാൻ പോകുന്നില്ല. ഇത് ബാധിക്കാൻ പോകുന്നത് എന്നെയും എൻ്റെ 2 മക്കളെ, എൻ്റെ ഭർത്താവിനെയാണ്. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിയാവും നമ്മളെ മരണത്തിന്. ഞാനിപ്പം മാറി നിൽക്കുന്നത് വലിയൊരു കുറ്റ സ്മഗ്ലിംഗ് ചെയ്തുകൊണ്ടല്ല, ഭയം കൊണ്ടും എനിക്കും എൻ്റെ കുടുംബത്തിനുള്ള ഭീഷണി കാരണമാണ്. നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ കാരണക്കാരായിരിക്കും. അറ്റ കൈക്ക് ഞാൻ ഒന്ന് മാത്രമേ എല്ലാരോടും ഞാൻ പറയുള്ളൂ, ഞാനും എൻ്റെ കുടുംബവും ആത്മഹത്യ ചെയ്തിരിക്കും. അതിന് ഉത്തരവാദി നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കും. ഈ വന്ന ഡിപ്ലോമാറ്റിക് കാർഗോ ദുബൈയിൽ നിന്ന് ആരയച്ചോ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുടെ പിറകെ നിങ്ങൾ പോണം. കേരളത്തിൽ വന്നിറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള പാവപ്പെട്ടവരെ തലയിൽ അടിച്ചമർത്തി ഇലക്ഷനെ സ്വാധീനിക്കാൻ നോക്കാതെ അതിന് യഥാർത്ഥ നടപടി നിങ്ങൾ എടുക്കണം. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. എൻ്റെ പിന്നിൽ ഒരു മുഖ്യമന്ത്രിയോ ഒരു IT സെക്രട്ടറിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓണറബിൾ സ്പീക്കറോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർ, എനിക്ക് എല്ലാ മന്ത്രിമാരുടെ അടുത്തും ഇടപെട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ മന്ത്രിമാരോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഫങ്ഷൻസിന്. അങ്ങനെ ഓരോ ദിവസവും ഓരോ മന്ത്രിമാരെ എടുത്ത് നിങ്ങൾ ഉപയോഗിക്കും. ഈ പറയുന്ന എല്ലാരെയും നിങ്ങൾ ഡീഫെയിം ചെയ്തിട്ട് ഇലക്ഷനെ സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. അവർ നല്ല സ്പീഡോടെ നല്ല ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകും. ബിക്കോസ് അവരെ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താലും നിങ്ങൾ തോറ്റുപോകും. എന്നെയും നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. എനിക്ക് ആരുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടെന്നോ, ഞാൻ എന്തൊക്കെ കരാറുകൾ ഒപ്പിടിയിച്ചിട്ടുണ്ടെന്നോ, ഞാൻ ഏതൊക്കെ വലിയ വലിയ മീറ്റിംഗ്സിന് പങ്കെടുത്തു, ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിന്റെയൊക്കെ സത്യങ്ങൾ പോയി അന്വേഷിക്കൂ. മീഡിയ എല്ലാ കുടുംബത്തിനെയും നശിപ്പിക്കാൻ നടക്കും, ഒരു കാരണവുമില്ല, ആർക്കോ വേണ്ടി ചെയ്യുന്നത്. ഇത് നല്ലതിനല്ല. ഇതുപോലെ ഒരുപാട് സ്വപ്നങ്ങൾ മരിക്കുമെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് സ്വപ്നങ്ങൾ നശിച്ചു പോവും. ഒരുപാട് സ്വപ്നയുടെ മക്കൾ നശിച്ചു പോവും. സ്വപ്നയുടെ മകൾ SFI എന്ന് എന്തർത്ഥത്തിലാണ് നിങ്ങളൊക്കെ പറയണത്? ഏതെങ്കിലും മാധ്യമത്തിലോ ഏതെങ്കിലും രീതിയിൽ ഒരു ആക്ടിവിസ്റ്റ്, ഒരു സോഷ്യൽ വർക്കറോ ഒരു SFI ആയിട്ട് അവളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ മോൾ എങ്ങനെ ഇരിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇപ്പൊ നിരവധി ഫോട്ടോസ് എന്നെ ഇഷ്ടമല്ലാത്തവരും എൻ്റെ ശത്രുക്കളും ഞാൻ ആരും പറയുന്നതും കേട്ട് കീഴടങ്ങാറില്ല. എനിക്ക് 1 ലക്ഷം രൂപ ശമ്പളം സ്പേസ് പാർക്ക് തന്നു എന്ന് നിങ്ങളൊക്കെ പറയുന്നു. എനിക്ക് അതിനേക്കാളും കൂടുതൽ ശമ്പളം ഉണ്ടായിരുന്നു UAE കോൺസുലേറ്റിൽ. എനിക്ക് സേവിങ്സ് ഒന്നുമില്ല. ഞാൻ ആ പൈസ മൊത്തവും ഒരു മാസം ചെലവാക്കി എൻ്റെ മക്കൾക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും അന്നവും വസ്ത്രവും എല്ലാം കൊടുത്ത് തന്നെയാണ് വളർത്തുന്നത്. ഇവിടുത്തെ പല പെമ്പിള്ളരും ആമ്പിള്ളരും ഒന്നും കാണാതെ വളർന്നിട്ട് ഇതുപോലത്തെ പല പല കാര്യങ്ങൾ കാണുമ്പോൾ കീഴടങ്ങുന്ന പോലെ എൻ്റെ മക്കൾ ഒരിക്കലും ആവില്ല. ഞാൻ അവരെ എല്ലാം കാണിച്ചാണ് വളർത്തുന്നത്. അവർ UAE ജീവിക്കേണ്ടവരാണ്. പക്ഷെ ഇപ്പം നമ്മൾ കേരളത്തിൽ വളരുമ്പോഴും ഞാൻ എല്ലാം കൊടുത്താണ് വളർത്തുന്നതും ജീവിക്കുന്നതും. മുഖ്യന്മാരുടെ കൂടെ ക്ലബുകളിൽ ഞാൻ കയറി ഇറങ്ങി നടക്കുന്നു. ഒരു പ്രാവശ്യം ഒന്ന് കാണിച്ചു തരുമോ? ഏത് മുഖ്യൻ്റെ കൂടെ ഞാൻ ഏത് നൈറ്റ് ക്ലബിൽ, ട്രിവാൻഡ്രത്ത് ഏത് നൈറ്റ് ക്ലബ്ബാണ് ഉള്ളത്? ഏത് നൈറ്റ് ക്ലബിൽ ഏത് മുഖ്യൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് മുഖ്യമന്ത്രിയെ ബാധിക്കില്ല, നിങ്ങൾ പറയുന്ന മുഖ്യന്മാരെയും ബാധിക്കില്ല. ബിക്കോസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ടോപ്പിക് മാറി പോകേണ്ട കാര്യമില്ല. ഇവിടുത്തെ വിഷയം ഡിപ്ലോമാറ്റിക് കാർഗോ, അതിൽ വന്ന സ്വർണം, അത് ആരയച്ചു, അതിന്റെ പിന്നിൽ ആരാണ്, അത് കണ്ടുപിടിക്കൂ. ദിസ് ഇസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു അമ്മയും ഒരു അച്ഛനെയും 2 മക്കളെയും രക്ഷപ്പെടുത്താൻ പറ്റും. വീണ്ടും ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പം ഭരിക്കുന്ന മന്ത്രിസഭയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് അവരാരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ല. അവരാരും എനിക്കറിയില്ല. UAE കോൺസുലേറ്റിലെ സെക്രട്ടറിയുടെ മുഖം പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല, പേര് പോലും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അവർക്ക് ഓർമ്മയുള്ളത് കോൺസുൽ ജനറലിനെ മാത്രമായിരിക്കും. ഇതാണ് അതിന്റെ സത്യം. നമ്മൾ ആത്മഹത്യ ചെയ്യാൻ വിട്ടുകൊടുക്കരുത്, അല്ലെങ്കിൽ നമ്മളെ കൊല്ലരുത്. ഇങ്ങനെ എന്റെ അപേക്ഷയാണ്. സ്വപ്ന സുരേഷ് ഈ പറഞ്ഞതാണോ സത്യം എന്നത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതാണ്.
അതെന്തായാലും സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾക്കൊടുവിൽ സ്വപ്ന സുരേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമായി നടക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്വപ്ന സുരേഷിന് എന്താണ് പറയാനുള്ളത് എന്നത് ഈ ശബ്ദരേഖയിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്. സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ ഇതാദ്യമായി ഒരു ടെലിവിഷൻ ചാനലിലൂടെ വരുന്നു. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ ആസൂത്രക എന്ന് കസ്റ്റംസ് സംശയിക്കുന്ന സ്വപ്ന സുരേഷ് എവിടെയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ ഊർജിതമായി ഉണ്ടായിരുന്നു. പ്രതിപക്ഷം വളരെ ശക്തമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിലാണ് എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. സ്വപ്ന സുരേഷ് പങ്കെടുത്ത പല ചടങ്ങുകളിൽ ഉന്നതരായവരുടെ സാന്നിധ്യം ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളുമായി മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് സ്വപ്ന സുരേഷിന് എന്താണ് പറയാനുള്ളത് എന്ന കാര്യം ഈ ശബ്ദരേഖയിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 24 ആണ് ഈ ശബ്ദരേഖ പുറത്തുവിടുന്നത് ഇതാദ്യമായി. കാരണം സ്വപ്ന സുരേഷ് എവിടെയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്. അതിനിടയിലാണ് ഈ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നത്. സഹിൻ ആന്റണി ഞങ്ങളുടെ പ്രതിനിധിയാണ് കൊച്ചിയിൽ നിന്നും ഈ ശബ്ദരേഖ 24-ൽ എത്തിക്കുന്നത്. സഹിൻ ആന്റണി നമ്മളോടൊപ്പമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ നൽകാനായി. സഹിൻ, ആദ്യം തന്നെ സ്വാഭാവികമായി ഇത് കാണുന്നവർക്ക് സംശയമുണ്ടാകും, ഇത് സ്വപ്ന സുരേഷിന്റെ തന്നെ ശബ്ദമാണ് എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയുമെന്ന്. നമുക്ക് എങ്ങനെയാണ് ഈ ശബ്ദരേഖ കിട്ടിയത്, എങ്ങനെയാണ് ഇത് സ്വപ്ന സുരേഷിൻ്റെതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക? സഹിൻ. ഗോപികൃഷ്ണൻ, കുറ്റാരോപിതരുടെ വശം കൂടി നമ്മൾ കൊടുക്കുമെന്ന് ഉറപ്പുള്ള അതുകൊണ്ടാണ് നമ്മളിലേക്ക് ഈ ശബ്ദരേഖ എത്തിയത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം, ഇത് മറ്റാർക്കും ഈ ഒരു ശബ്ദരേഖ കിട്ടില്ല. കാരണം ഇത് അത്രയും കോൺഫിഡൻഷ്യലായി ഒരു ഫോൺ ആയിട്ടാണ് നമ്മളുടെ കയ്യിൽ ഇതെത്തുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റാരോപിതരുടെ വശം കൂടി നമ്മൾ കൊടുക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ കയ്യിൽ ഇത് എത്തിയത്. അത് പിന്നീട് സ്വപ്ന സുരേഷിൻ്റെ ശബ്ദമാണ് എങ്ങനെ ഇത് ഉറപ്പുവരുത്താൻ കഴിഞ്ഞത്. അത് കൃത്യമായ നമ്മളുടെ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് സ്വപ്ന സുരേഷിൻ്റെ ശബ്ദമാണെന്ന് ഉറപ്പുവരുത്തുന്നത്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തിയ ശേഷമാണ് പിന്നീട് ഇവർ പറയുന്നത് എന്താണെന്ന് ജനങ്ങളെ കേൾപ്പിക്കണം. കാരണം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്വപ്ന സുരേഷിനെ കുറിച്ചുള്ള കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനിടയിൽ ഒരൊറ്റ കാര്യം കൂടി, സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ മലയാളത്തിൽ ഇപ്പോൾ 24-ന് മാത്രമാണോ കിട്ടിയിട്ടുള്ളത്, അതോ അത് മറ്റിടങ്ങളിലേക്കും ഈ ശബ്ദരേഖ ചെന്നെത്തിയിട്ടുണ്ടോ? മറ്റിടങ്ങളിലേക്ക് ഈ ശബ്ദരേഖ ഒരിക്കലും ചെല്ലില്ല എന്ന് 100% ഉറപ്പാണ്. കാരണം ഈ ശബ്ദരേഖ നമ്മളുടെ കൈകളിലെത്തുന്നത് അതൊരു ഫോണായിട്ടാണ്. അതൊരു ഫോണായിട്ടാണ് അതേപടി നമ്മളുടെ കൈകളിലെത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരിടത്തേക്കും ഈ ശബ്ദരേഖ എത്തില്ല എന്ന ഉറപ്പ് 100% നമ്മൾക്കുണ്ട്. അത് അങ്ങനെയാണ് ഗോപികൃഷ്ണൻ. ഈ ഷഹീൻ, ഇനി അറിയേണ്ടത് സ്വപ്ന സുരേഷ് പറയുന്ന ഓരോരോ ഭാഗങ്ങളിലെ വ്യക്തതയാണ്. അതായത് ഒന്നാമതായി അവർ പറയുന്നു സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ ആസൂത്രക എന്ന് മാധ്യമങ്ങളിലടക്കം പുറത്തു വരുന്ന വിവരങ്ങൾ, അതിൽ ഒരു തരത്തിലുള്ള വസ്തുതയുമില്ല എന്നാണല്ലോ സ്വപ്ന സുരേഷ് പറയുന്നത്. അതിനവർ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, സ്വപ്ന സുരേഷ് പറയുന്നത് താൻ കോൺസുലേറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ആളായിരുന്നു. UAE-യിലാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ UAE-യുമായി തനിക്ക് അഭേദ്യമായ ബന്ധമാണുള്ളത്. UAE തൻ്റെ ജീവനാണ് എന്നുള്ള നിലയിലാണ് അവർ സംസാരിക്കുന്നത്. ഈ കാരണത്തിൽ കോൺസുലേറ്റിൽ തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബാഗ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കോൺസുലേറ്റിൽ നിന്ന് തന്നെ വിളിക്കുന്നു, ഇതവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ഈ ഘട്ടത്തിലാണ് സ്വപ്ന സുരേഷ് അസിസ്റ്റന്റ് കമ്മീഷണറുമായി ഫോണിൽ സംസാരിച്ചത്. ആ ഒരു കാര്യം മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് സ്വപ്നയുടെ വിശദീകരണം. മറ്റ് കാര്യങ്ങളൊന്നും തനിക്കറിയത്തില്ല, പിന്നീട് നടന്നതൊന്നും തനിക്കറിയത്തില്ല എന്ന് തന്നെയാണ് സ്വപ്ന പറയുന്നത്. ഏതായാലും അവരുടെ ഒരു ഭാഗം കൂടി കേൾക്കേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ശബ്ദരേഖ കൊടുത്തതും. ഗോപികൃഷ്ണൻ, സഹിൻ നേരത്തെ പറഞ്ഞ ഒരു ഭാഗത്തിലേക്ക് ഞാൻ ഒന്നുകൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി, അതായത് സഹിൻ നേരത്തെ പറഞ്ഞു ഈ ശബ്ദരേഖ സ്വപ്ന സുരേഷിൻ്റെതാണെന്ന് നമ്മുടെ സോഴ്സുകളിലൂടെ നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം സ്വപ്ന സുരേഷിന് വേണ്ടിയുള്ള വ്യാപകമായ തിരച്ചിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹിൻ അറിയാം, ഇത് 24-ന് മാത്രമാണ് കിട്ടിയിട്ടുള്ളതെന്ന് സഹിൻ പറയുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റു ചാനലുകളിൽ നമ്മൾ ഈ ശബ്ദരേഖ കൊടുത്ത ശേഷം മറ്റു ചില ചാനലുകളിൽ അത് കാണുന്നുണ്ട്. ഈ ശബ്ദരേഖ നമുക്ക് മാത്രമാണ് എന്ന് ഉറപ്പുവരുത്താൻ എങ്ങനെ സാധിക്കുന്നു? അതോടൊപ്പം തന്നെ ഈ സ്വപ്ന സുരേഷിന്റെ ശബ്ദം എന്നത് പുറത്തുനിന്ന്, അതായത് കേരളത്തിൽ നിന്നല്ല, അത് മറ്റെവിടെയെങ്കിലും നിന്നായിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ടോ? ഗോപികൃഷ്ണൻ, ഇത് മറ്റ് ചാനലുകൾ നമ്മുടെ ശബ്ദരേഖ തന്നെയാണ് എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
അതായത് ഈ മറ്റ് ചാനലുകളുടെ പോകുന്ന ശബ്ദരേഖ ഒന്ന് സൂക്ഷ്മമായി കേട്ടാൽ അതിൽ നമ്മളുടെ മ്യൂസിക്, അതായത് നമ്മളുടെ ന്യൂസ് നൈറ്റിലുണ്ടാകുന്ന മ്യൂസിക് അതിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതൊന്ന് കാര്യമായി കേട്ടാൽ മതി. 24-ൻ്റെ മ്യൂസിക് ആയിരിക്കും ആ ശബ്ദരേഖയുടെ കൂടി പോവുക. എന്തായാലും അത് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും ഗോപികൃഷ്ണൻ. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഇത് നമ്മളുടെ കയ്യിലെത്തിയത് ഒരു ഫോണായിട്ടാണ്. കൃത്യമായി സ്വപ്ന സുരേഷ് റെക്കോർഡ് ചെയ്ത ശബ്ദം ഒരു ഫോണായി നമ്മളുടെ കയ്യിലെത്തിയാണ്. അതിലൊരു സിം കാർഡ് പോലും ഇല്ലാതെയാണ് ഈ ഫോണായിട്ട് നമ്മളുടെ കയ്യിലെത്തുന്നത്. അത് തന്നെയാണ് ഞാൻ ഉറപ്പ് പറയുന്നത്. ഇത് മറ്റാരുടെയും കയ്യിലുണ്ടാകില്ല. മാത്രമല്ല ഈ ശബ്ദം ഇപ്പോൾ പോകുന്ന മറ്റ് ചാനലുകളിൽ പോകുന്ന ശബ്ദരേഖ കേട്ടാൽ കൃത്യമായി മനസ്സിലാകും. അതിലൂടെ നമ്മളുടെ ചാനലിൻ്റെ മ്യൂസിക് കടന്നു പോകുന്നുണ്ട്. ശരി സഹിൻ, ഏതായാലും സ്വപ്ന സുരേഷിന്റെ ശബ്ദം അല്ലെങ്കിൽ സ്വപ്ന സുരേഷിന് ഈ സന്ദർഭത്തിൽ എന്താണ് അവർക്കൊരു വിശദീകരണമായി പറയാനുള്ളത് എന്നത് വലിയ വാർത്താ മൂല്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ദിവസങ്ങളിലെല്ലാം തന്നെ സ്വപ്ന സുരേഷ് ആരാണ്, അവർക്ക് ഈ കേസിൽ എന്താണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങളിൽ പലതരത്തിലുള്ള വിവരങ്ങളും വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും 24-ലൂടെ ഈ ശബ്ദരേഖ ആദ്യമായി പുറത്തു വരുമ്പോൾ അത് മറ്റിടങ്ങളിലും വാർത്തയായി വരിക സ്വാഭാവികമാണ്. സഹിൻ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം അവർ കോൺസുലേറ്റിൽ ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിരുന്നു സ്വപ്ന സുരേഷ്. ഇന്നിപ്പോൾ സ്വപ്ന സുരേഷ് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. ആ ജാമ്യാപേക്ഷയിലും പറയുന്നത് കോൺസുലേറ്റിന്റെ ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് വിരമിച്ച ശേഷവും അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്ത് പോയ ശേഷവും അവരുടെ സേവനം ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഈ കാര്യങ്ങൾ ശബ്ദരേഖയിൽ അവർ ഉറപ്പിക്കുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഹൈക്കോടതിയിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളും ഈ ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങളും ഒന്നാണോ? ഗോപികൃഷ്ണൻ, ഇന്നലെ തന്നെ നമ്മൾ ഈ കാര്യം പറഞ്ഞിരുന്നതായിരുന്നു. സ്വപ്ന സുരേഷ് നിയമോപദേശം തേടിക്കഴിഞ്ഞിരിക്കുന്നു. താൻ നിരപരാധിയാണെന്ന് കോടതിയെ അറിയിക്കാനാണ് സ്വപ്ന സുരേഷ് തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാദമായിരിക്കും സ്വപ്ന സുരേഷിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ള കാര്യം ഇന്നലെ തന്നെ നമ്മൾ അറിയിച്ചിരുന്നു. ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴും സ്വപ്ന സുരേഷ് ഈ വാദം തന്നെയാണ് ഹൈക്കോടതിയിൽ അവതരിപ്പിച്ചത്. അത് തന്നെയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ശബ്ദരേഖയിലും പറയുന്നത്. താൻ നിരപരാധിയാണ്, തൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് മാത്രമാണ് താൻ ഇത്തരത്തിൽ ഫോൺ ചെയ്യേണ്ടി വന്നത്. മാത്രമല്ല രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊന്നും തനിക്ക് ബന്ധമില്ല എന്ന് സ്വപ്ന സുരേഷ് പറയുന്നു. തൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് മാത്രം ഇവരെല്ലാം താൻ കണ്ടിട്ടുണ്ട്. തൻ്റെ ഇതിൽ ഒരു വേട്ടയാടപ്പെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് രാഷ്ട്രീയക്കാരെ ഒന്നും ബാധിക്കില്ല. തന്നെയും തൻ്റെ മക്കളെയും തൻ്റെ കുടുംബത്തെയും മാത്രമായിരിക്കും ബാധിക്കുക. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ താൻ വളരെയധികം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആത്മഹത്യയുടെ വക്കിലാണ് താനിപ്പോൾ നിൽക്കുന്നത്. ഇതെല്ലാം 24-നെ പോലെയുള്ള ഒരു പ്രതിബദ്ധതയുള്ള ഒരു സ്ഥാപനത്തിന് സ്വാഭാവികമായും ഒരു കുറ്റാരോപിതൻ്റെ വിശദീകരണം കൂടി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കൊടുക്കാനും തീരുമാനിച്ചത് ഗോപികൃഷ്ണൻ. ശരി, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ മറ്റു മന്ത്രിമാർ, സ്പീക്കർ ഇവരെല്ലാം പങ്കെടുത്ത ചടങ്ങിലെ തൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച്, അങ്ങനെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ ഇടവരുത്തിയ സാഹചര്യത്തെക്കുറിച്ചൊക്കെ സ്വപ്ന സുരേഷ് വ്യക്തമാക്കുന്നുണ്ടല്ലോ ടെലിഫോൺ ഈ ശബ്ദരേഖയിൽ. അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഗോപികൃഷ്ണൻ അതിൽ പറയുന്നത്, താൻ കോൺസുലേറ്റിൽ ജോലിയെടുത്തിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എല്ലാവരും വന്നിരുന്നു. അവരുടെ എല്ലാം പുറകിൽ താൻ നിന്നു എന്നുള്ളൊരു ആരോപണമാണ് ഇവർ പറയുന്നത്. അറ്റേഷ്യയുടെ പുറകിൽ നിൽക്കുകയാണ് തൻ്റെ ജോലി. അതാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത്. തൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ടാണ് താൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ മന്ത്രിമാരുടെയോ മറ്റ് സ്പീക്കറുടെയോ മറ്റുള്ളവരുടെ പുറകിൽ നിൽക്കുകയല്ല താൻ ചെയ്തത്. തൻ്റെ യജമാനൻ എവിടെയുണ്ടോ അവിടെ നിൽക്കുക മാത്രമാണ് ചെയ്തത്. അത് തൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഇവരുടെ വിശദീകരണം. ഗോപികൃഷ്ണൻ, സഹിൻ, സ്വപ്ന സുരേഷിന് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അവർ കേരളം വിട്ടു പുറത്താണ് എന്നൊക്കെയുള്ള സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. സ്വപ്ന സുരേഷിനെ ഇപ്പോൾ കസ്റ്റംസ് തിരയുന്നത് ഈ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ ആസൂത്രക എന്ന സംശയത്തിന്റെ പേരിൽ തന്നെയാണോ? തീർച്ചയായിട്ടും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന കണ്ണിയായിട്ട് തന്നെയാണ് സ്വപ്ന സുരേഷിനെ കസ്റ്റംസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വപ്ന സുരേഷിന് ഈ സ്വർണ്ണക്കടത്തിൽ വലിയ പങ്കുണ്ട് എന്ന് തന്നെയാണ് കസ്റ്റംസ് പറയുന്നതും. അതുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇവിടെയൊന്നും സ്വപ്ന സുരേഷിനെ ഒരു പ്രതിയായി കസ്റ്റംസ് ചേർത്തിട്ടില്ല. സ്വപ്ന സുരേഷ് മുഖ്യ കണ്ണിയാണ്. സ്വപ്ന സുരേഷ് അധികം താമസിയാതെ പിടിയിലാകുകയും ചെയ്യുമെന്ന് കസ്റ്റംസ് ഉറപ്പ് പറയുന്നുണ്ട്. കസ്റ്റംസ് തന്നെയായിരിക്കും സ്വപ്ന സുരേഷിനെ പിടികൂടുക എന്നും കസ്റ്റംസ് പറയുന്നു. എന്തായാലും ഇതെല്ലാം നിൽക്കുമ്പോഴും സ്വപ്ന സുരേഷ് ഈ ശബ്ദരേഖ മാധ്യമങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗോപികൃഷ്ണൻ, സഹിൻ, ഇനിയിപ്പോൾ സ്വപ്ന സുരേഷ് സഹിൻ പറഞ്ഞതുപോലെ തന്നെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ നിർണായകമായ പല വിവരങ്ങളും സ്വപ്ന സുരേഷിൽ നിന്നും കസ്റ്റംസിന് ഇനിയും കിട്ടാനുണ്ട്. പക്ഷേ ഈ ശബ്ദരേഖയിൽ സ്വപ്ന സുരേഷ് പറയുന്നത് തന്നെ ഏൽപ്പിച്ച ഒരു ജോലിയുടെ ഭാഗമായി ഈ ഡിപ്ലോമാറ്റിക് ബാഗിന്റെ കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി, AC-യോട് സംസാരിച്ചു, ആ ഓഫീസറോട് സംസാരിച്ചു എന്നതിനപ്പുറത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണോ?
അങ്ങനെ തന്നെയാണ് ഗോപികൃഷ്ണൻ സ്വപ്ന സുരേഷ് പറയുന്നത്. കാരണം തൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് താൻ കോൺസുലേറ്റിൽ നിന്നും ഏൽപ്പിച്ച ഒരു കാര്യം ചെയ്യുകയായിരുന്നു. എ സിയുമായി സംസാരിച്ചു. ഇത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് ബാഗ് വന്നിട്ടുണ്ട്, അതെന്തുകൊണ്ടാണ് വിട്ടുകൊടുക്കാത്തത് എന്നുള്ള ഒരു ചോദ്യമായിരുന്നു എ സിയോട് ചോദിച്ചത്. മറ്റൊന്നും തനിക്ക് അറിയത്തില്ല എന്നുള്ളതാണ് സ്വപ്ന സുരേഷിൻ്റെ വിശദീകരണം. അതിൽ മാത്രമാണ് താൻ പെട്ടുപോയത്, മറ്റൊന്നും തനിക്കറിയത്തില്ല. ഇപ്പോൾ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സഹിൻ ആന്റണി ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. 24 ആണ് ഇതാദ്യമായി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നത്. സ്വപ്ന സുരേഷിന്റെ വിശദീകരണമാണ് നമ്മൾ ഈ ശബ്ദരേഖയിലൂടെ കേട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ ആസൂത്രക എന്ന് കസ്റ്റംസ് സംശയിക്കുന്ന സ്വപ്ന സുരേഷ് എവിടെയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള അവ്യക്തത നിലനിൽക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം വ്യാപകമായി തിരച്ചിൽ നടക്കുന്നുണ്ട്. സ്വപ്ന സുരേഷ് ഇപ്പോൾ കേരളത്തിലുണ്ടോ അതോ കേരളം വിട്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ല. അതിനിടയിലാണ് വിശദീകരണവുമായി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ 24 കിട്ടുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സഹിൻ ആന്റണിയാണ് ഈ ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ശബ്ദരേഖ 24 പുറത്തുവിടുകയായിരുന്നു. ഇതാദ്യമായി സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ. മറ്റു ചാനലുകളിൽ ഇപ്പോൾ സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞേക്കും. അത് സ്വാഭാവികമാണ്. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വളരെ വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ശബ്ദരേഖ ആദ്യമായി 24 പുറത്തുവിടുമ്പോൾ അത് മറ്റു ചാനലുകൾ അത് പകർത്തിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷേ ഒരു വാർത്ത എന്ന നിലയിൽ, ഒരു വാർത്താ ഉൽപ്പന്നം എന്ന നിലയിൽ സ്വാഭാവികമായും അതിന് അങ്ങനെയും നിലനിൽക്കാൻ കഴിയും. പക്ഷേ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളിൽ ഒരു കടപ്പാട്, ഒരു കേർട്സി കൊടുക്കുക എന്നത് നമ്മുടെ ഈ തൊഴിൽപരമായ ഒരു മാന്യതയാണ്. ആ മാന്യത നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ് മറ്റ് സഹപ്രവർത്തകരായ അല്ലെങ്കിൽ ചാനലുകളിൽ നിന്ന് പോലും. 24 ഈ വാർത്ത പുറത്തുവിടുന്നത് ഈ സന്ദർഭത്തിൽ എന്താണ് സ്വപ്ന സുരേഷിന് പറയാനുള്ളത് എന്നത് ഈ ഒരു വിവരം പൂർണ്ണമാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ ആദ്യമായി സഹിൻ ആന്റണി 24 എത്തിക്കുമ്പോൾ ഇതിൻ്റെ ആധികാരികത, ഇത് സ്വപ്ന സുരേഷിൻ്റെ ശബ്ദം തന്നെയാണോ എന്ന് വിവിധ സോഴ്സുകളിൽ ഉറപ്പുവരുത്തിയ ശേഷമാണ് 24 മാത്രമായി കിട്ടിയ ഈ ശബ്ദരേഖ സംപ്രേഷണം ചെയ്യാൻ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനമെടുത്തത്. സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഏതാണ്ട് 12 മുതൽ 15 മിനിറ്റ് വരെ വരുന്ന ഈ ശബ്ദരേഖയുടെ പൂർണ്ണ രൂപമാണ് 24 ഇതിനോടകം സംപ്രേഷണം ചെയ്തത്. ഇതിൽ സ്വപ്ന സുരേഷ് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം സ്വർണ്ണക്കടത്ത് കേസുമായി തന്നെ കണ്ണി ചേർക്കുന്നതിൽ ഒരു തരത്തിലുള്ള വസ്തുതയുമില്ല. അതുമായി താൻ തൊഴിൽപരമായ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുക മാത്രമാണ്, ഡിപ്ലോമാറ്റിക് ബാഗ് എന്തുകൊണ്ട് വൈകുന്നു എന്ന കാര്യം അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത്. ഇതൊരു പോലീസ് ഓഫീസറെ വിളിച്ച് അന്വേഷിക്കുന്നു. അതിനുശേഷം മറ്റൊരു തരത്തിലുള്ള ഇടപെടലും താൻ നടത്തിയിട്ടില്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവുമായും അനാവശ്യമായ ഒരു ബന്ധം താൻ കാത്തു സൂക്ഷിച്ചിട്ടില്ല. എല്ലാം തന്നെ തൊഴിലിൻ്റെ ഭാഗമായി, ഔദ്യോഗിക ചുമതലകളുടെ ഭാഗമായി, കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി മാത്രം ഉണ്ടായതാണ് എന്ന വിശദീകരണമാണ് സ്വപ്ന സുരേഷ് നൽകുന്നത്. സ്വപ്ന സുരേഷ് പറഞ്ഞതാണോ വസ്തുതകൾ എന്ന കാര്യം അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ് എന്ന കാര്യം അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു ഈ സന്ദർഭത്തിൽ.